കാവേരി നദീജല തർക്കത്തിൽ കന്നഡ സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദ് തുടരുന്നു. രാവിലെ 6 മണിക്ക് തുടങ്ങിയ ബന്ദ് വൈകിട്ട് 6 മണി വരെയാണ്. പൊതുഗതാഗതം, വാണിജ്യ സ്ഥാപനങ്ങൾ, കടകൾ എന്നിവയെ ബന്ദ് ബാധിച്ചിട്ടുണ്ട്. കർണാടകയിൽ കടുത്ത ജലക്ഷാമത്തിനിടയിലും കാവേരി വെള്ളം വിട്ടുനൽകുന്നതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. തമിഴ്നാടിന് ജലം വിട്ടുനൽകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കർണാടകം കാവേരി ജല മാനേജ്മെന്റ് അതോറിറ്റിയിൽ നൽകിയ അപേക്ഷ തള്ളിയിരുന്നു. ഇതോടെ തമിഴ്നാടിന് ജലം വിട്ടുകൊടുക്കാൻ കർണാടക നിർബന്ധിതരാവുകയായിരുന്നു. നദീജല തർക്കത്തെ തുടർന്നാണ് കന്നഡ സംഘടനകൾ ബന്ദിന് ആഹ്വാനം ചെയ്തത്. വൈകിട്ട് 6 വരെയാണ് സംസ്ഥാന വ്യാപകമായി ബന്ദ്. മേക്കേദാട്ടു, മഹാദായി, കലാസ ബന്ദൂരി പദ്ധതികൾ നടപടി വേഗത്തിൽ വേണമെന്നും ആവശ്യപ്പെട്ടാണ് ബന്ദ് നടത്തുന്നത്. പൊതുഗതാഗതം, വാണിജ്യ സ്ഥാപനങ്ങൾ, കടകൾ എന്നിവയെ ബന്ദ് ബാധിക്കും. അതേസമയം സ്കൂളുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്കുകൾ, ആശുപത്രികൾ, മെഡിക്കൽ സ്റ്റോറുകൾ, പൊതുഗതാഗതം, മറ്റ് അത്യാവശ്യ സേവനങ്ങൾ എന്നിവ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. IT കമ്പനികളും സ്റ്റാർട്ടപ്പുകളും കോർപ്പറേറ്റ് ഓഫീസുകളുമെല്ലാം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. വാഹനഗതാഗതം തടസ്സപ്പെട്ടാലോ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായാലോ വർക്ക് ഫ്രം ഹോം തുടരാമെന്ന് കമ്പനികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കർണാടക, തമിഴ്നാട് അത്തിബെല്ലെ അതിർത്തി അടച്ചിടാൻ ആഹ്വാനം ചെയ്തു. വാഹനങ്ങളെ പ്രവേശിക്കാനോ പുറത്തു പോകാനോ അനുവദിക്കില്ല. ബന്ദിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ബംഗളൂരുവിലെയും മൈസൂരുവിലെയും ഹോട്ടലുകൾ അടച്ചിടും. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.